ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ മലയാളം ക്ലാസ്സസ് ബൈ പാത്തു. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് BEGC 104 ദ വൈഫ് ഓഫ് പാത്ത് പ്രൊലോഗാണ്. 14-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മഹാനായ കവിയാണ് ജെഫ്രി ജോസഫ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തായ കൃതികളിലൊന്നായ ദ കാൻറ്റർബറി ടേൽസിലെ ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ദ വൈഫ് ഓഫ് പാത്ത് പ്രൊലോഗ്. ഈ കാൻറ്റർബറി ടേൽസ് അറിയാലോ, അതിൽ 24 കഥകളാണ് ഉള്ളത്. കഥയുടെ പശ്ചാത്തലം ലണ്ടനിൽ നിന്ന് കാൻറ്റർബറിയിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്രയാണ്. ഈ യാത്രയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർ, അതായത് പിൽഗ്രിംസ് പറയുന്ന കഥകൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കാൻറ്റർബറി ടേൽസ്. ഈ പിൽഗ്രിംസ് പറഞ്ഞതിൽ തന്നെ ഏറ്റവും പ്രശസ്തവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു കഥയാണ് ദ വൈഫ് ഓഫ് പാത്ത് ടെയിൽ. നമ്മൾ പഠിക്കാനുള്ള ദ വൈഫ് ഓഫ് പാത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. 5 വിവാഹങ്ങൾ കഴിച്ച ഒരു സ്ത്രീ കഥാപാത്രമാണ് ദ വൈഫ് ഓഫ് പാത്ത്. ഭർത്താക്കന്മാരെ നിയന്ത്രിക്കാൻ അവൾക്കുള്ള കഴിവും സ്ത്രീകളുടെ ശക്തിയെ പറ്റിയുമുള്ള അവളുടെ വാദങ്ങളും വളരെ ശക്തമാണ്. വൈഫ് ഓഫ് പാത്ത് തൻ്റെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറയുകയും പുരുഷന്മാരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും സ്ത്രീകൾ വിവാഹത്തിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്നു. 5 പേരെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞതിൽ 3 പേരായിട്ടാണ് വൈഫ് ഓഫ് പാത്ത് നല്ല സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 2 പേരായിട്ട് ആള് ഒരു ഫെയിലിയർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു, അബ്യൂസീവ് ആയിട്ടും വയലൻസ് ആയിട്ടും. ഇനി ഒരാളെ മരണശേഷം അടുത്ത ആളെ കല്യാണം കഴിക്കും, അയാളെ മരണശേഷം അടുത്ത ആൾ, അങ്ങനെയാണ് 5 പേരെ വൈഫ് ഓഫ് പാത്ത് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5ാമത്തെ ആൾ മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി 6ാമത് ആയിട്ട് തനക്കൊരു പാർട്ട്ണർ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അടുത്ത ആളെ അന്വേഷിച്ചുകൊണ്ടാണ് വൈഫ് ഓഫ് പാത്ത് പുറപ്പെടുന്നത്. വൈഫ് ഓഫ് പാത്ത് പറയുന്ന കഥ നടക്കുന്നത് ബ്രിട്ടനിലാണ്. ആർത്തർ കിങ് രാജ്യം ഭരിക്കുന്ന സമയമായിരുന്നു ബ്രിട്ടൻ. അവിടെ ആവട്ടെ വളരെ സന്തോഷമുള്ളൊരു സക്സസ് ആയിട്ടും കൊണ്ടുള്ളൊരു രാജഭരണമായിരുന്നു ആർത്തർ കാഴ്ചവെച്ചിട്ടുള്ളത്. സമ്പുഷ്ട സമ്പന്നമായ ദാരിദ്ര്യമില്ലാത്ത സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുന്ന അത്രക്കും സേഫ്റ്റിയും പ്രൊട്ടക്ഷനും കൊടുക്കുന്ന ഒരു ഭരണമായിരുന്നു ആർത്തർ കിങ്ങിൻ്റെത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഭടൻ. ആ ഭടൻ ഒരു സ്ത്രീയെ അബ്യൂസ് ചെയ്തു, മോശമായി സംസാരിച്ചു. ഇതെന്ത് ചെയ്തു, രാജാവ് അറിഞ്ഞു. രാജ്ഞിയുടെ കോടതിയിൽ ഈ ബാച്ചിലറായി ഈ നൈറ്റിനെ ഒരു കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. അവനൊരു യുവതിയെ ബലമായി അപമാനിച്ചതിനാൽ രാജാവിന് മരണശിക്ഷ വിധിക്കാനാണ് മനസ്സ്. പക്ഷേ രാജ്ഞി ഇടപെട്ട് ഈ നൈറ്റിന് ജീവൻ രക്ഷിക്കാനൊരു അവസരം നൽകുന്നു. ഈ രാജ്ഞി പറയും, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനുള്ള ഉത്തരം ശരിയായ ഉത്തരം നീ കണ്ടുപിടിച്ച് വന്നാൽ നിനക്ക് മോചനം നൽകാമെന്ന് രാജ്ഞി പറയും. ഈ അഭിപ്രായത്തോട് രാജാവും യോജിപ്പ് പ്രകടിപ്പിക്കും. ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്തിന്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ ഒരു നിബന്ധനയും വെച്ചായിരുന്നു, 1 വർഷത്തിനുള്ളിൽ ഇതിന് ശരിയായ ഉത്തരം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിന്നെ എന്തായാലും വധശിക്ഷ നടത്തുമെന്നുള്ളത്. ഭടനാകട്ടെ രാജ്യം മുഴുവൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേടി നടക്കും. കാണുന്നവരെല്ലാവരോടും ചോദിക്കും, സ്ത്രീകളോട് ചോദിക്കും, വഴിയിലിരുന്ന യാചകന്മാരോടും എല്ലാവരോടും ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ കിട്ടുന്നുണ്ടായിരിക്കില്ല. എല്ലാവരും പറയുന്നത് സമ്പത്ത്, സൗന്ദര്യം, ബഹുമാനം, പക്ഷെ അവനക്കതൊന്നും തൃപ്തിപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 1 വർഷം കഴിയാറായി. ഇവനക്കാകെ പേടി അവൾ തുടങ്ങി ഈ നൈറ്റിന്. കാരണം ആൻസർ കിട്ടില്ലെങ്കിൽ അവൻ്റെ ലൈഫ് തന്നെ പോകും. അപ്പോഴാണ് അവനൊരു വയസ്സായ സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്ന് പറയും, എനിക്കിതിൻ്റെ ഉത്തരം അറിയാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. ഞാൻ ഈ ഉത്തരം പറഞ്ഞു തന്നാൽ ഞാൻ പറയുന്നത് എന്തോ നീ ചെയ്യണമെന്ന്. അപ്പോൾ ഇവൻ ജീവൻ പോകുന്ന ഭയത്തിൽ ഇവൻ പറഞ്ഞു, ഓക്കെ, ആൻസർ കറക്റ്റ് ആയാൽ എന്ത് ചെയ്യാം, ഈ വയസ്സായ സ്ത്രീ പറയുന്ന എന്ത് കാര്യമായിക്കോട്ടെ അവനനുസരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനോടെ ആ ആൻസർ വയസ്സായ സ്ത്രീ നൈറ്റിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അതെന്തായിരുന്നെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവൻ്റെ ഭർത്താവിന്മേലുള്ള ഒരു പവറാണ്. അത് ശരി തന്നെയായിരുന്നു. കാരണം സ്ട്രെയിഞ്ച് ആണെങ്കിൽ കൂടിയും അത് നോ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ആ നൈറ്റ് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ സന്തോഷത്തോടെ ആ കോർട്ടിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ വയസ്സായ സ്ത്രീ കടന്നു വരുന്നത്. എന്നിട്ട് അവൾ രാജ്ഞിയോട് പറയും, രാജ്ഞി നോക്കൂ, ഞാനാണ് ഇവനെ ഈ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കണ്ടീഷൻ വെച്ചായിരുന്നു, ഞാൻ പറയുന്ന എന്ത് കാര്യം നടത്തി തരണം എന്നായിരുന്നു ആ കണ്ടീഷൻ. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത്, എനിക്ക് ഇവനെ വിവാഹം കഴിക്കണം, അത് രാജ്ഞി നടത്തി തരണമെന്ന് പറയും. നൈറ്റ് ആവട്ടെ ആകെ ഷോക്കാവും. കാരണം അവനൊരു യങ് ആൻഡ് ബാച്ചിലറാണ്, അവനത് സമ്മതിക്കില്ല. ഞാൻ എങ്ങനെ ഒരു വയസ്സായ സ്ത്രീയെ കല്യാണം കഴിക്കുമെന്നാണ് അവൻ ചോദിച്ചത്. പക്ഷേ അവന് കൊടുത്ത പ്രോമിസ്, അതിൻ്റെ പേരിൽ അവനക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല. രാജ്ഞി അവനോട് പറഞ്ഞു, നീ എന്തായാലും ആ പ്രോമിസ് കീപ്പ് ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ മനസ്സോടെ അവന് ആ മാരേജിന് എഗ്രി ചെയ്യും. അങ്ങനെ അവനൊരു താല്പര്യവുമില്ലാതെ ആ വയസ്സായ സ്ത്രീയെ കല്യാണം കഴിക്കും. അങ്ങനെ വിവാഹം കഴിഞ്ഞ രാത്രിയിൽ ഈ നൈറ്റ് വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യും, ഈ വയസ്സായ സ്ത്രീ ഈ നൈറ്റിന് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. അപ്പോൾ അവളെ മൈൻഡ് ചെയ്യാതെ രാത്രി കിടക്കുമായിരിക്കും. അപ്പോൾ ഈ വയസ്സായ സ്ത്രീ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് എന്നെ മൈൻഡ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നീ എന്നെ പുച്ഛിക്കുന്നത്? അപ്പോൾ അവൻ പറയും, നീ അഗ്ലിയാണ്, നിന്നെ വയസ്സാണ്, നീ ലോ കാസ്റ്റാണ്, ഈ ബാച്ചിലറായ എനിക്ക്, ഈ യങ്ങായ എനിക്ക് നിന്നെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓൾഡ് ലേഡി അവനോട് ചോദിക്കും, ഓക്കെ, ഞാൻ നീ പറഞ്ഞ എല്ലാം ശരിയാണ്, ഞാൻ അഗ്ലിയാണ്, ലോ കാസ്റ്റാണ്,
എനിക്ക് നല്ല ഏജ് ഉണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ ദ്രോഹിക്കൂല, നീ എൻ്റെ ഹസ്ബൻഡാണ്, നിനക്ക് ദ്രോഹം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഞാൻ നിനക്കൊരു 2 ഓപ്ഷൻസ് തരാം. ഒന്ന്, ഞാൻ ഇങ്ങനെ അഗ്ലി ആയിരിക്കും, പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും വിശ്വസ്തയുള്ള ഒരു വൈഫായിരിക്കും. രണ്ടാമതുള്ള ഓപ്ഷൻ, ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയായി മാറാം, പക്ഷെ ഞാൻ ഒരിക്കലും നിനക്കുള്ളൊരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വൈഫായിരിക്കില്ല, നിന്നെ ദ്രോഹിക്കാം. ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാമെന്ന് ഈ വയസ്സായ സ്ത്രീ നമ്മുടെ നൈറ്റിനോട് പറയും. ആകെ ആലോചിച്ച് നൈറ്റിന് ഒരു മറുപടിയും കിട്ടില്ല. അപ്പോൾ നൈറ്റ് എന്ത് ചെയ്യും, ആ വയസ്സായ സ്ത്രീയോട് തന്നെ പറയും, എന്തായാലും നമ്മളെ ജീവിതമാണല്ലോ, അത് എന്താ ശരി, നമുക്ക് എന്താ ശരി എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചു എന്ന് പറയും. ഇത് കേട്ട സന്തോഷത്തോടെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീയായി മാറുകയാണ്. ഈ ലോകത്തിൽ തന്നെ ആരും കൊതിച്ചു പോകുന്നൊരു സൗന്ദര്യമാണ് അവൾക്ക് വരുന്നത്. ഇത് കണ്ട നൈറ്റ് ആവട്ടെ അവനക്കും ഭയങ്കര സന്തോഷമായി അവളെ കിസ് ചെയ്യും. ഇതാണ് ഈ കഥയുടെ അവസാനം. ഈ കഥയുടെ സന്ദേശം വളരെ സ്ട്രോങ് ആണ്. അതെന്തെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ പാർട്ട്നേഴ്സിന് മുകളിലുള്ള അധികാരം, അതുപോലെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക, ഇതെല്ലാമാണ് ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന സ്റ്റോറിയിലൂടെ പറയുന്നത്. ചോസർ ഇതിലൂടെ മധ്യകാലഘട്ടത്തിലെ സ്ത്രീകളുടെ സ്ഥാനം ചോദ്യം ചെയ്യുകയും വിവാഹബന്ധത്തിലെ സമത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ വൈഫ് ഓഫ് ബാത്ത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്നേഹം, ബഹുമാനം, വിശ്വാസം എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശമാണ് വേണ്ടതെന്നാണ് ഊന്നി കാണിക്കുന്നത്. എക്സാമിന് എന്തായാലും ഒരു എസ്സേ വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ച് ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഈ വൈഫ് ഓഫ് ബാത്തിൽ എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു എസ്സേ പഠിച്ച് വെക്കുക. അതായത് ഫസ്റ്റ് പാരഗ്രാഫ് അബൌട്ട് ചോസർ, ഓഥറിനെ കുറിച്ചൊരു ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയാൽ 2-3 വേർഡ്സ് എഴുതി തന്നെ അത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള നല്ലൊരു മാർക്കാണ്, പ്രത്യേകിച്ച് ഇഗ്നോയിൽ തന്നെ. ദെൻ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എസ്സേ പഠിച്ച് വെക്കുക. അത് എക്സാമിൽ നല്ല വൃത്തിക്ക് എഴുതിയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.